2 ദിവസമായിട്ടാ ജാതിക്കായ പറക്കിയെടുത്തിട്ട് ഇന്നിപ്പോൾ നല്ലൊരു വെയിൽ കണ്ടപ്പോൾ ദേ ജാതിക്കായ പറക്കാൻ വേണ്ടി വന്നേക്കാണ്. പിന്നെ ദേ മുട്ടോളായിട്ടാ നമ്മുടെ ഈ കടിത്തുമ്പ കുറേ കടിത്തുമ്പുണ്ട്. ഇനി ഒരാളെ നിർത്തിയിട്ട് വേണം ഈ പറമ്പൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ദേ കടിത്തുമ്പയുടെ ഈ കടയൊക്കെ ഒന്ന് ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ഇപ്പോൾ ദേ ഈ ജാതിക്കായൊക്കെ പറക്കിയെടുക്കണത്. ഇന്ന് തൊട്ട് ദേ ചെടിത്തോട്ടത്തിന്റെ പണികൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ച് ഇവിടെ അതെ പുല്ലും ചവറും ഇട്ട് ഇങ്ങനെ നിറഞ്ഞേക്കാണ്. നമ്മൾ ഒരു ചേട്ടനെ വിളിച്ച് ഇവിടെ ഒക്കെ ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെടികളുള്ള കാരണം ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഞാൻ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിവിടെ രേലിയ എന്ന് പറഞ്ഞ ചെടി കണ്ടെന്ന് തോന്നണേ, ആ ചെടി ഇങ്ങനെ ഒരു ബോർഡർ പോലെ വെച്ചിട്ട് ഒരു വഴിച്ചാല് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പേൾ ഗ്രാസ് നല്ല പോലെ വളർന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്തിട്ട് പേൾ ഗ്രാസ് ഇല്ലാത്ത സൈഡിലൊക്കെ അതൊന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് ഈ പേൾ ഗ്രാസ് എന്നത് പോൺസി ചേച്ചിയാണേ. അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോൺസി ചേച്ചി തന്ന പേൾ ഗ്രാസ് ഞാൻ നടണേൻ്റെ കേട്ടാ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കാണണേ. ഇവിടെ ആണെങ്കിൽ പ്ലാവിൻ്റെ കടയ്ക്ക് നല്ല ചോലയും പിന്നെ ഇവിടെ നല്ല വളക്കൂറുള്ളത് കൊണ്ടാണെന്ന് തോന്നണേ പേൾ ഗ്രാസ് നല്ല ഇങ്ങനെ നല്ല വലിപ്പം വെച്ചിട്ടാണ് ഇങ്ങനെ വളരണത്. ഇന്നപ്പോൾ ദേ കുറച്ച് സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന്. ഇനി ഇങ്ങനെ ഓരോ ദിവസം ചെറിയൊരു പാർട്ടാക്കി തിരിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ.